ദൈവനീതിയെക്കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവുകയാണ്. ഇവിടെയും ഈശോ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 36 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്ക 5-ാം അധ്യായം 36 മുതലുള്ള വചനങ്ങൾ. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫരിസേയ നീതിയും സ്വർഗരാജ്യനീതിയും, ഈ രണ്ട് നീതികളുടെ ഒരു കോൺട്രവേഴ്സിയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കി, മാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ എലിസബത്തും സക്കറിയായും യഹൂദരും ഫരിസേയ നീതി അഥവാ മോശ നിയമത്തിൻ്റെ നീതി അനുസരിച്ച് നീതിമാന്മായിരുന്നുവെങ്കിലും മറിയത്തിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ നീതി കടന്നു വന്നപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ നീതി ഈ ഫരിസേയ നീതിയെ മാറ്റി അവർ ദൈവരാജ്യത്തിൻ്റെ നീതിയിലേക്കായിട്ട് മാറി. അതുപോലെ തന്നെ അപ്പോൾ അതാണ് പുതിയ വസ്ത്രം ലഭിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ സഹോദരിമാർക്കും സിസ്റ്റേഴ്സിനൊക്കെ എളുപ്പം മനസ്സിലായി അല്ലേ? ചേട്ടന്മാർക്ക് അധികം മനസ്സിലായില്ല എന്നാണ് തോന്നണേ. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ്. എന്താ പറഞ്ഞേ? അവർക്ക് മനസ്സിലാവുന്ന ഭാഷ എന്താ? ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ, ഒരു മിനിറ്റ്, ഇതാണ് ഈ സുവിശേഷത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ കൾച്ചറും അവിടുത്തെ കൃഷി നാട്ടു നടപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവരെല്ലാ വീട്ടിലും, മിക്കവാറും എല്ലാ വീട്ടിലും വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് മുന്തിരിയുണ്ട്, മുന്തിരിച്ചക്കുണ്ട്. അപ്പോൾ ആ ചക്ക് തിരിക്കാൻ കഴുതയും കാളയും തിരികല്ലും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ വക വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ആ പശ്ചാത്തലം ചിന്തിക്കണം. അവർ ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിക്കില്ല. ഒരിക്കലും. ഒഴിച്ചാൽ ഒട്ടും താമസിയാതെ ആ തോൽക്കുടം പൊട്ടും. ഇത് അവിടുത്തെ സാധാരണ സംഭവമാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യില്ല. തോൽക്കുടം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? തോൽക്കുടവും പോകും, വീഞ്ഞും പോകും. പുതിയ വസ്ത്രം വളരെ സാധാരണമാണ്. അത് നമ്മുടെ നാട്ടിലായാലും ഇല്ലേ? നിങ്ങൾക്കൊരു പുതിയ സാരി കിട്ടി, ഒരു പുതിയ ചൂരിദാർ കിട്ടിയാൽ അതിൽ നിന്നൊരു കഷ്ണം ആരെങ്കിലും കീറിയെടുത്ത് ആ പഴയ വസ്ത്രം, ഇച്ചിരി കീറിയിട്ടുണ്ട് ആ പഴയ വസ്ത്രം, അവിടെ വെച്ച് കെട്ടാനായിട്ട് ഈ പുതിയതിൽ നിന്ന് ആരെങ്കിലും കീറുമോ? ഇല്ല. ഈശോ ഈ ഒരു ഉപമ പറയുന്നത് യേശുവിലൂടെ വന്നിരിക്കുന്ന ദൈവരാജ്യമാണ് ഈ പുതിയ വസ്ത്രം. യേശുവിലൂടെ വന്നിരിക്കുന്ന ദൈവനീതിയാണ് ഈ പുതിയ വസ്ത്രം. യേശുവിലൂടെ വന്നിരിക്കുന്ന ദൈവനീതിയാണ് ഈ പുതിയ വീഞ്ഞ്. യേശുവിലൂടെ വന്നിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് ഈ പുതിയ തോൽക്കുടം.
അപ്പോൾ പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം എന്ന് നമ്മൾക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാണ് പുതിയ സൃഷ്ടിയാവുക? ആവണം. പക്ഷെ പുതിയ സൃഷ്ടിയാക്കാൻ നമ്മളൊന്നും ചെയ്തുകൊണ്ടാവില്ല. നമ്മൾ ഈ രക്ഷാകര നീതീകരണ മഹത്വീകരണ സംഭവങ്ങളെ മുഴുവനെയും നമ്മളങ്ങ് സ്വീകരിച്ച് വിശ്വസിച്ചാൽ മതി. അതിൻ്റെ ഉള്ളെന്താണെന്ന് ഉള്ളടക്കം മനസ്സിലാക്കിയാൽ മതി. അതൊരു ദാനമാണ്. ഏതുപോലെ പുതിയ വസ്ത്രം. ഇതാ ഒരു പുതിയ ഹാബിറ്റ്. സിസ്റ്റർമാർ, ഇപ്പോൾ ആ കൊച്ചു സിസ്റ്റർമാർ പുറയിലിരിക്കണവരെല്ലാം സ്വപ്നം കാണുന്നത് അവർക്ക് എന്ന് ഉടുപ്പ് കിട്ടും എന്നുള്ളതാണ്. ഉടുപ്പ് കിട്ടും ഇല്ലേ? ഉടുപ്പ് എന്നാ കിട്ടണേ അറിയാം. ഏതാണ്ട് ഉടുപ്പ് കിട്ടുമോ? എന്ന് ഉടുപ്പ് കിട്ടും. അപ്പോൾ ഉടുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത് കുറേയും കൂടി അർത്ഥമുള്ളതാണ്. എന്നാൽ നമ്മൾ സാധാരണ ഒരമ്മച്ചിക്ക് ഒരു സാരി പുതിയത് മേടിച്ച്, ഈ പുതിയ സാരി കിട്ടിയാൽ പഴയത് മാറ്റി പുതിയത് ഉടുക്കോ ഇല്ലയോ? ഉടുക്കുമോ? അതോ ഈ പുതിയതിൽ നിന്ന് മുറിക്കുമോ? മുറിക്കണം. പോയിട്ട് അതിൻ്റെ ഒരു നൂല് വരെ വലിക്കില്ല ഇല്ലേ? പിള്ളേരെ കാലം അതിൻ്റെ ഒരു നൂല് വലിക്കും. എന്ത് തിരിച്ചില്ല, ആ നൂല് വലിക്കുകയാണെങ്കിൽ അത് ചുളുങ്ങി തുടരല്ലേ തുടങ്ങി. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ നീതിയും ഫരിസേയ നീതിയും തമ്മിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥിതിയുണ്ട്. പുതിയ ദൈവരാജ്യത്തിൻ്റെ നീതിയും പഴയ നീതിയുമായിട്ട് ഒരിക്കലും മാച്ചാവില്ല. ഇനി അതിൻ്റെ അകത്ത് കിടക്കണ ഭയങ്കര വേറൊരു പ്രശ്നമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനം, പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ള ആളുകൾ ഒരുവനും അവരെന്ത് പറയും? പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചം, പഴയതാണ് നല്ലത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അതെല്ലാം കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ് ദൈവരാജ്യം. അപ്പോൾ പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും പഴയ നിയമത്തിൻ്റെ ചട്ടങ്ങളും ഉടമ്പടികളും കൽപ്പനകളും എല്ലാം പാലിച്ച് ഒരു കർക്കശ സ്വഭാവത്തിൽ ജീവിക്കുന്നവൻ വിചാരിക്കണത്, ഞാൻ നല്ല, എന്നെ കണ്ട എൻ്റെ പിള്ളേരൊക്കെ വിറയ്ക്കും, അങ്ങനെ വേണം, അവരെയൊക്കെ ഒന്ന് വിറപ്പിക്കണം. മനസ്സിലായിട്ടുണ്ടോ? അവനൊക്കെ ശരിക്കൊന്ന് പഠിപ്പിക്കണം. ഇതൊരു ഫരിസേയ സ്വഭാവമാണ്. അത് കരുണയല്ല. അത് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈശോ പറയണത്. എന്നാൽ അതെങ്ങനെ മാറും? പുതിയത് ഉടുത്ത് കഴിയുമ്പോൾ പഴയത് താനെ മാറും. പുതിയ വീഞ്ഞ് നമ്മൾ കുടിക്കാൻ തുടങ്ങുമ്പോൾ പഴയത് താനെ മാറും. പഴയ തോൽക്കുടം. ഈ പശ്ചാത്തലത്തിലാണ് കാനായിലെ കല്യാണത്തെ നമ്മൾ കാണേണ്ടത്. കാനായിലെ കല്യാണത്തെക്കുറിച്ച് ഞാൻ തന്നെ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നത്, ആ കല്യാണ വീട്ടിലെ ധർമ്മസങ്കടത്തിൽ നിന്ന് മാതാവ് അവിടെ മധ്യസ്ഥ അതുകൊണ്ട് അവർക്ക് ബിരിയാണി തീർന്നു പോയാൽ എന്താ അവസ്ഥ കല്യാണ വീട്ടിൽ എന്ന മാതിരി യഹൂദരുടെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയാലുള്ള അവസ്ഥ എന്താ. പക്ഷേ അതൊന്നുമല്ല. അതാണ് ആ ഭൗതിക തലത്തിലാണ് അന്ന് ഞാൻ ചിന്തിച്ചത്. എന്നിട്ട് തന്നെ ഭയങ്കര അഭിഷേകമായിരുന്നില്ലേ? അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ ഇത്രയും അഭിഷേകമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രത്തോളം കൂടുതൽ അഭിഷേകം ഉണ്ടാവില്ല. അപ്പം അന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു, മാതാവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും, മാതാവ് സഹായിക്കും, മാതാവ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടും. ആരും പറയാണ്ട് മാതാവ് ഈശോനോട് പറഞ്ഞോട് വീഞ്ഞുണ്ടാക്കി. പക്ഷേ പിന്നീടാണ് ബുദ്ധിയും ബോധ്യവും തെളിഞ്ഞത്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പഴയ വീഞ്ഞ് തീർന്നു. ഇനി അതായത് ഫരിസേയരും നിയമജ്ഞരുടെയും
അതായത് ഈശോ തന്നെ പറഞ്ഞു, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉള്ളൂ. അതിനുശേഷം എല്ലാവരും സ്വർഗരാജ്യം ബലം പ്രയോഗിച്ച് പ്രവേശിക്കും. സ്വർഗരാജ്യത്തിൽ നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ആ വചനത്തിൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ലൂക്ക 16:16. ലൂക്ക 16:16. 16 അല്ലേ? 16:16. ലൂക്ക 16:14. ഓക്കെ, 16. ലൂക്ക 16:14. No, 16:16. 16:16. അതെന്താ എനിക്ക് മനസ്സിലാവാത്തത്? ശബ്ദത്തിൻ്റെ ഒരു ലൂക്ക് 15. 16:16. ആ, ലൂക്ക്. അപ്പോൾ അതിനല്ലേ ഞാൻ പറഞ്ഞ ലൂക്ക് 16:14. 14 40. 16. രണ്ടും 16. ആ, അതാണ് ഞാൻ അങ്ങനെ ഒരു കണക്ക് എൻ്റെ അകത്ത് കിടക്കണേ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ലൂക്ക് 16:16 അല്ലേ? കറക്റ്റ്. ഒന്ന് വായിച്ച എല്ലാവരും ഒന്ന്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ഈ ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ പരസ്യ പ്രഘോഷണ കാലഘട്ടം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും പലതും ഇങ്ങനെ ഒരു 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 വേറെ ഭാഷയിലാണ് പറയണേ. അവർ ബലം പ്രയോഗിച്ച് കയറണം. ഈ ബലം എന്ന് പറയേണ്ടത് പരിശുദ്ധാത്മാവാണ്. സ്വർഗരാജ്യത്തിൽ കയറണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടി, അവൻ സ്വർഗരാജ്യത്തിലായി. അതാണ് ബലം. അത് ഈ ബലം എന്നൊക്കെ പറയണത് ഫരിസേയരും നിയമജ്ഞരും ഭയങ്കര ബലപ്പെടുത്തമാണ്. എന്ത് ബലപ്പെടുത്തമാണ്? അവരുടെ ആത്മാവിൻ്റെ ബലപ്പെടുത്തമല്ല, ജഡത്തിൻ്റെ ബലപ്പെടുത്തമാണ്. ജഡം, അവരുടെ സ്വന്തം ശക്തി കൊണ്ട് നീ ചെയ്യണം, നീ മര്യാദയ്ക്ക് ചെയ്യണം. അതായത് 10 കൽപ്പനകളെ 800 കൽപ്പനകളാക്കി. സാബത്ത് നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയമമാണ്. സാബത്ത് ആചരിക്കുന്നതിന് 180-ലേറെ നിയമങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ സാബത്ത് അശുദ്ധമായി, പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ആ സാഹചര്യത്തിലാണ് ഈശോ സാബത്ത് ദിവസം സിനഗോഗിൽ വന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു. എന്തൊരു വലിയ! മാത്രമല്ല ഈശോ പറഞ്ഞു, നീ കട്ടിലെടുത്ത് നടക്കുക. കട്ടിലെടുത്ത് നടക്കണോ സാബത്ത്? അത് അവരുടെ ഫരിസേയ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള നിയമമുണ്ട് അവർക്ക്. സാബത്ത് ദിവസം കട്ടിലെടുക്കുകയോ വിറക് പറക്കുകയോ ചെയ്താൽ. മനസ്സിലാക്കണം ഈശോയുടെ ആ റിസ്ക്. ഈശോ മനഃപൂർവ്വം അത് ചെയ്യുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിയമത്തെ അങ്ങനെ കർക്കശമായ ഒരു പോലീസ് നിയമമാക്കി അല്ലെങ്കിൽ ഒരു സിവിൽ ലോ ആക്കി ഉണ്ടാകാനല്ല നിയമം വന്നത്. നിയമം വന്നത്, നിയമത്തിൻ്റെ സാരാംശം കരുണയാണ്, സ്നേഹമാണ്. അപ്പോൾ അവിടെ വാദപ്രതിവാദമായി. അവർ പറഞ്ഞു, നിനക്കിത് സാബത്ത് ദിവസം തന്നെ ചെയ്യണമെന്ന്, എന്താണ് ഈ രോഗശാന്തി? സാബത്ത് ദിവസം കട്ടിലെടുക്കണത് തെറ്റല്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ ഒരാട് സാബത്ത് ദിവസം കിണറ്റിൽ വീഴാണെങ്കിൽ സാബത്ത് ദിവസം നീ എടുക്കാതിരിക്കോ? അപ്പോൾ അയാൾ പോയി. കണ്ടോ, അവരുടെ കാര്യത്തിനൊന്നൊരു കുഴപ്പമില്ല.
അതാണ് കപടനാട്യക്കാരെ എന്ന് യേശു പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോടൊക്കെ അതെ മര്യാദയ്ക്കല്ലെങ്കിൽ നല്ല കിട്ടൂട്ടോ, പക്ഷെ നമ്മുടെ കാര്യത്തിൽ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ നോക്കണില്ല. അതാണ് ഒരു കപടത. അതായത് നമ്മൾ നമ്മുടെ തെറ്റ് കാണാതെ എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫരിസേയൻ ഞായറാഴ്ച ദിവസം സാബത്ത് ദിവസം അവരുടെ ആട് കിണറ്റിൽ വീഴാണെങ്കിൽ അവരെടുക്കും. പക്ഷേ ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ കുറ്റപ്പെടുത്തും. ഇത് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ പ്രയാസമൊന്നുമില്ലല്ലോ? ഞാൻ കുറ്റം പറയണമായിട്ട് തോന്നുന്നുണ്ടോ? കാരണം ഇത് പറയുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫരിസേയനായിട്ട് ഞാനും മാറുകയാണില്ലേ? ആണോ ഇല്ലയോ? ഞാൻ ചെറുതായിട്ട് ഞാനും ഒരു ഫരിസേയനായി പോകേണ്ടി വരാം. പക്ഷേ ഇത് കണ്ടുപിടിച്ചാൽ നമ്മൾ ജയിച്ചു. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മളിലുള്ള ഫരിസേയനെയാണ് മാറ്റേണ്ടത്. അതാണ് കണ്ടുപിടുത്തം, അതാണ് ദൈവനീതി. കർത്താവ് ഈശോ മിശിഹാ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ? കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയാൽ നമ്മളിലുള്ള ഇത് മനസ്സിലാക്കിയിട്ടും നമ്മൾ ഇനിയും ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരാത്തതിൻ്റെ കാരണം നമ്മളിലുള്ള ഫരിസേയനാണ്. അപ്പോൾ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പം മുതലേ ഈ ഫരിസേയ ചിന്ത നമ്മളിൽ കിടക്കുന്നു. ആ ഫരിസേയ ചിന്ത, ഫരിസേയ ആധിപത്യം എന്ന് പറയുന്നത് കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിപ്പിച്ചാലേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു ബോധമാണ്. അതുകൊണ്ടാണ് ഒരു ഫരിസേയനായിരുന്ന പൗലോസ് പറയുകയാണ്, കൽപ്പനയുടെ അനുസരണത്തിലൂടെ അല്ല, നീതീകരണം കൃപയിലൂടെയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഭയങ്കര റിസ്ക്. നമ്മൾക്ക് പേടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ പിള്ളേർ പാപം എന്തും ചെയ്യാൻ കുഴപ്പമില്ലാന്ന് വരില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം അത് പറയുമ്പോൾ. എന്നാൽ സ്നേഹത്തിൽ സത്യം പറയണം, സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോ ഇവർ സിനഗോഗുകളിൽ ചെന്ന് അവൻ അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു എന്ന് പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഇത് മത്തായി 4-ാം അധ്യായത്തിൽ 35-ാമത്തെ 23 അല്ലേ? 4:23 ഒന്ന് വായിച്ചെല്ലാവരും. 4:23. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം സാധാരണഗതിയിൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ലൂക്കയുടെ സുവിശേഷം അധികവും വിജാതീയർക്ക് വേണ്ടിയുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൽ വിശ്വാസമായി കഴിഞ്ഞിട്ടുള്ളവർക്കുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഒരു തീം, ഒരാശയം, ഒരു ത്രെഡ്, ഒരു ലൈൻ ഓഫ് തോട്ട്, ഒരു ചിന്താസരണി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കാണാം, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും. ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നതും പഠിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒന്നുമാതിരിയാ തോന്നണേ? ഒന്നല്ല, ഭയങ്കര വ്യത്യാസമാണ്.
ഒന്ന് ചിന്തിച്ചേ, സിനഗോഗിൽ എന്താണ് യേശു പഠിപ്പിക്കുക? സിനഗോഗ് എന്ന് പറയണത് കത്തോലിക്കരുടെ മതബോധന സ്ഥലമാണോ? യേശു ഈ സുവിശേഷ കാലഘട്ടത്തിൽ എവിടെയെല്ലാം യേശു പ്രസംഗിച്ചോ അതൊന്നും ക്രിസ്ത്യാനികളോടല്ല. ആണോ? ക്രിസ്ത്യാനിയെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളിന്ന് രാവിലെ പറഞ്ഞു ക്രോണോസ് ആൻഡ് കൈറോസ്. ഇനി കൈറോസിൽ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടവും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ശേഷമുള്ള കാലഘട്ടവും. യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ രക്ഷാകര പദ്ധതി സംഭവിച്ചിട്ടില്ല. രക്ഷാകര പദ്ധതി സംഭവിക്കാനിരിക്കുന്ന ഈ പദ്ധതിക്ക് ഒരുക്കമായിട്ടുള്ള ഒരു വിതയ്ക്കൽ മാത്രമാണ്. വിത്ത് വിതച്ചിട്ടേ ഉള്ളൂ. അപ്പം ഈ ബൈബിളിൻ്റെ മുഴുവനും ഒരു ഓവർവ്യൂ നമുക്കുണ്ടായിരിക്കണം. പഴയ നിയമം മുഴുവനും വരാനിരിക്കുന്ന ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അതെല്ലാം പുതിയ നിയമത്തിൽ പൂർത്തിയായി. ഇനി പുതിയ നിയമത്തിൽ പീഠാനുഭവം, ഉത്ഥാനം, പന്തക്കൊസ്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഒറ്റ ക്രിസ്ത്യാനികളുമില്ല. രക്ഷാകരമായ കൃപാവരം പരിശുദ്ധാത്മാവ് ഒഴുക്കിയിട്ടുമില്ല. അതിനുശേഷമാണ് പന്തക്കൊസ്ത കഴിഞ്ഞുള്ള കാലഘട്ടത്തിലാണ് സഭ ആരംഭിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും നൽകുന്നതും രക്ഷാകര കൃപാവരം സൗജന്യമായിട്ട് കിട്ടുന്നതും. അപ്പോൾ ആ മുമ്പുള്ള വചനങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു മാർക്ക് ഉണ്ടായിരിക്കണം. ഓവർവ്യൂ മനസ്സിലായില്ലേ? ഒരു ഓവർവ്യൂ. അങ്ങനെ ഒരു 3 ഘട്ടമായിട്ട് നമുക്ക് എടുക്കാം. പഴയ നിയമ കാലഘട്ടം, പുതിയ നിയമത്തിലെ പന്തക്കൊസ്ത വരെയുള്ള കാലഘട്ടം, അതിനുശേഷം പന്തക്കൊസ്തയ്ക്ക് ശേഷമുള്ള കാലഘട്ടം. പന്തക്കൊസ്തയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെ പ്രഘോഷങ്ങൾ മുഴുവനും വ്യത്യാസമാണ്. കണ്ടോ? പൗലോസ് എന്ത് പ്രഘോഷിച്ചു തുടങ്ങി? യേശു ദൈവപുത്രനായിരുന്നു എന്ന് പ്രഘോഷിച്ചു തുടങ്ങി. ഇത് പരസ്യ പ്രഘോഷണ കാലത്ത് ആരെങ്കിലും പ്രഘോഷിച്ചിട്ടുണ്ടോ? യേശു തന്നെ പ്രഘോഷിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്, ഇപ്പം മിണ്ടരുത്. പിശാച് വന്ന് പറഞ്ഞു ഇപ്പം ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കും. അതിപ്പറയരുത്, ഇപ്പറയരുത്. അപ്പോൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യവും നിഗൂഢവുമായ കാര്യം. അതിപ്പോൾ നമ്മളിനി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ സമയമായില്ലേ? സമയമായോ? ചായ കുടിക്കാം. നമുക്കൊന്ന് സ്തുതിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ വേഗം വരുന്നു. അരമണിക്കൂർ കൊണ്ട് 4:45 എല്ലാവരും വരുന്നു. ചായ 1 മിനിറ്റ്. സോറി. നമുക്കൊന്ന് സ്തുതിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ കേട്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് നന്ദി പറയാം. പുതിയ വീഞ്ഞാണ് ഇനി നമ്മുടെ വിജയം. പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടം. പ്രൈസ് ദി ലോർഡ്. കണ്ണൻ